നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ തള്ളിമറിച്ചിരുന്നതിൽ ഒരു കാര്യമുണ്ട്. അത് കേരളത്തിലെ ഊർജ മേഖലയെക്കുറിച്ചാണ്. അതായത് വൈദ്യുതി, കേരളത്തിൽ കറണ്ട് കട്ടുണ്ടായിരുന്നില്ല, ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങളാണ്. പിണറായി വിജയൻ കാരണം ഇവിടെ വൈദ്യുതി പവർ കട്ട് ഉണ്ടായില്ല എന്നായിരുന്നു വലിയ ആ തെരഞ്ഞെടുപ്പ് തള്ള്. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ അതൊന്നുമല്ല എന്ന് നമുക്ക് അന്നു തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ജനങ്ങൾ പൊതുവെ ഈ കണ്ണിൽ പൊടിയിടലിലാണ് വിശ്വസിച്ചത്. എല്ലാവരും പറയുന്നത് പോലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പവർ കട്ട് ഉണ്ടായില്ല, ശരിയാണ്. ലോഡ് ഷെഡിംഗ് ഉണ്ടായില്ല, ശരിയാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന വാദങ്ങൾ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നതാണ് വാസ്തവം. അതിന് തെളിവുകളുമായി പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സംബന്ധിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 100 ദശലക്ഷം യൂണിറ്റ് കവിഞ്ഞിരിക്കുന്നു വൈദ്യുതി ഉപഭോഗം. ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കവിയുന്നത്. വേനൽക്കാലമാണ് ഈ വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്ന, സാധാരണഗതിയിൽ കൂടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം പിന്നിട്ടിരിക്കുന്നു. ജലവൈദ്യുതി ഉൽപ്പാദനവും റെക്കോർഡിലാണ് എന്ന് വൈദ്യുതി ബോർഡ് പറയുന്നുണ്ട്. ഇതിൽ 24.98 ദശലക്ഷം യൂണിറ്റാണ് ഒരു ദിവസം വൈദ്യുതി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. 100 ദശലക്ഷം യൂണിറ്റാണ് ഉപഭോഗം. 24.9, അതായത് 25 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇന്നലെ ഉൽപ്പാദിപ്പിച്ചു അത്രേ. പുറത്തുനിന്ന് വാങ്ങിയത് 71.3 ദശലക്ഷം യൂണിറ്റ്. ഇങ്ങനെയാണ് ഈ കണക്കുകൾ. അതായത് സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിൻ്റെ 25% വൈദ്യുതി മാത്രമേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 71% വൈദ്യുതിയും പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. പുറത്തു നിന്നെന്ന് പറഞ്ഞാൽ കേന്ദ്ര പൂളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കേന്ദ്ര പൂളിലേക്ക് എങ്ങനെ വൈദ്യുതി എത്തുന്നു എന്ന് ചോദിച്ചാൽ വൈദ്യുതി മിച്ച സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള സംസ്ഥാനം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിൽ മറ്റ് കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലും ഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇടുക്കിയിലുള്ളത് 37% ജലം മാത്രമാണ്. ആകെ സംഭരിക്കാൻ കഴിയുന്നതിൻ്റെ 37%. ആകെ സംഭരണികളിൽ ശേഷിക്കുന്നത്, കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലസംഭരണികളിൽ ശേഷിക്കുന്നത് 41% വൈദ്യുതി മാത്രമാണ്. നീരൊഴുക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയായിട്ടുണ്ട്. അങ്ങനെ കേരളം ചുട്ടുപൊള്ളുകയാണ്. കേരളത്തിൻ്റെ അതിഭീകരമായ ഒരു വേനൽക്കാല അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. വെറും 37% വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ സംസ്ഥാനത്തിന്. 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചിരിക്കുന്നു. 25 ദശലക്ഷം യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. 71 ദശലക്ഷം യൂണിറ്റ് അല്ലെങ്കിൽ 74 ദശലക്ഷം യൂണിറ്റ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നു, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. ഇവിടെ പിണറായി വിജയൻ്റെ സംഭാവന എത്രയാണ്? പിണറായി വിജയൻ 7 കൊല്ലം ഭരിച്ചിട്ടും കേരളത്തിൽ ഇതുതന്നെയാണ് സ്ഥിതി. അന്നത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും ഇതുതന്നെയാണ്. 25-30% വൈദ്യുതി നമ്മളിവിടെ ഉണ്ടാക്കും, 70% വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങും. വേനൽക്കാലമാകുമ്പോൾ പണ്ടൊക്കെ വൈദ്യുതി ബോർഡ് ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് ടെലിവിഷൻ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം. കാരണം നിങ്ങൾ ഒരു ബൾബ് ഓഫ് ചെയ്യണം, നിങ്ങൾ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണം, കാരണം വൈദ്യുതിയുടെ വില കൂടാനിടയുണ്ട്. ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വില കുറവാണ്, പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങിയാൽ അതിന് വില കൂടും, വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാകും, ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയേറും, അതുകൊണ്ട് നിങ്ങൾ വൈദ്യുതി വേനൽക്കാലത്ത് കുറച്ചുപയോഗിക്കണം എന്നാണ് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ മുന്നറിയിപ്പുമില്ല, അരമണിക്കൂർ ലോഡ് ഷെഡിങ്ങുമില്ല, പവർ കട്ടുമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ അർത്ഥം കേരളത്തിൽ 1 യൂണിറ്റ് വൈദ്യുതി പോലും കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ കേരളത്തിലെ സർക്കാർ ഉണ്ടാക്കിയെന്നല്ല. മറ്റ് സംസ്ഥാനങ്ങൾ, വൈദ്യുതി കമ്മിയായിരുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ വൈദ്യുതി മിച്ച സംസ്ഥാനങ്ങളിലേക്കായി മാറി. കേന്ദ്ര പൂളിലേക്ക് അങ്ങനെ കൂടുതൽ വൈദ്യുതി വന്നു. അത് കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് ഇവിടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞില്ലെങ്കിലും ഇവിടെ വൈദ്യുതി ഉപഭോഗം കൂടിയാലും ലാഭകരമായി തന്നെ നമുക്ക് പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തത്.
കാരണം ഇന്ത്യ നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ഊർജ്ജ മേഖല നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിൻ്റെ ഊർജ്ജ മേഖല പഴയതുപോലെ തന്നെയാണ്. 25-30% തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാക്കി ഇപ്പോഴും നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നു. ഇപ്പോൾ നമുക്ക് പുറത്തു നിന്നും ലാഭത്തിനും കുറഞ്ഞ വിലയ്ക്കും കിട്ടുന്നു. പണ്ടത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പവർ കട്ടും ഉണ്ടായിരുന്നില്ല. ഇതിൽ പിണറായി ഉത്തരം താങ്ങുന്ന പല്ലി മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.